മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് VM സുനീഷ് യാത്രാപ്പടിയിനത്തിൽ കൈപ്പറ്റിയത് 4.85 ലക്ഷം രൂപയെന്ന് വിവരാവകാശ രേഖ. 2021 മെയ് മുതൽ 2023 ഡിസംബർ 5 വരെയുള്ള കാലയളവിൽ 4,85,794 രൂപയാണ് VM സുനീഷ് യാത്രാപ്പടിയിനത്തിൽ കൈപ്പറ്റിയത്. 2.5 വർഷം, അതായത് 30 മാസത്തെ TA മാത്രം 4.85 ലക്ഷം രൂപ. മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ ചികിത്സയ്ക്കും അമേരിക്ക, ലണ്ടൻ എന്നിവിടങ്ങളിൽ നടന്ന ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനത്തിനും ക്യൂബൻ, ദുബായ് സന്ദർശനത്തിനും സുനീഷ് മുഖ്യമന്ത്രി അനുഗമിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ ലോക കേരള സഭ മേഖലാ സമ്മേളനത്തിൻ്റെയും ക്യൂബൻ യാത്രയുടെയും ബില്ലുകൾ സുനീഷ് സമർപ്പിക്കുമെന്നാണ് സൂചന. ഇതോടെ സുനീഷിൻ്റെ യാത്രാപ്പടി 10 ലക്ഷം കടക്കും. സ്പെഷ്യൽ ലൈസൻസ് ഓഫീസറായി വേലപ്പൻ നായർ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ തുടരുന്നുവെന്ന് പൊതുഭരണ വകുപ്പിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖകളിൽ നിന്ന് വ്യക്തം. 11,992 രൂപയാണ് വേലപ്പൻ നായർക്ക് TA ലഭിച്ചത്. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെ സംബന്ധിച്ച വിശദാംശങ്ങളിൽ വേലപ്പൻ നായരുടെ പേര് ഗവൺമെൻറ് വെബ്സൈറ്റുകളിൽ നിന്നും ഒഴിവാക്കിയത് എന്താണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. 6,59,992 രൂപയാണ് യാത്രാപ്പടിയിനത്തിൽ മുഖ്യമന്ത്രിയുടെ 6 പേഴ്സണൽ സ്റ്റാഫുകൾ കൈപ്പറ്റിയത് എന്നാണ് വിവരാവകാശ മറുപടി. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി BT ദിനേഷ് യാത്രാപ്പടിയായി കൈപ്പറ്റിയത് 91,956 രൂപയാണ്. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് CR പ്രാണകുമാറാണ് ഇത് സംബന്ധിച്ച് വിവരാവകാശ ചോദ്യം ഉന്നയിച്ചത്. KSRTC ജീവനക്കാർ ശമ്പളത്തിനായി മാസങ്ങൾ കാത്തുനിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ PAയ്ക്കും സംഘത്തിനും ശമ്പളത്തോടൊപ്പം മുടങ്ങാതെ TA ലഭിക്കുന്നത് എന്നാണ് വിരോധാഭാസം. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.